ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സഞ്ചാരി ട്രെയിൽസ്. ഞാൻ ഇന്ന് ഡെക്കിൽ ഇറങ്ങിയിട്ട് ഡെക്കിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ആണ്. ഹെൽമെറ്റ് വെച്ചിട്ട് ഡെക്കിലോട്ട് പോകാം. റൈറ്റ് നൗ ഞാനിപ്പോൾ ഉള്ളത് ജമൈക്കയിലാണ്. ജമൈക്കയിൽ കിങ്സ്റ്റൺ എന്ന് പറയുന്ന സ്ഥലം. ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാണ്ട് ഞാൻ സിമ്പിളായിട്ട് കാര്യം പറയാം. ഇപ്പോൾ എനിക്ക് വരുന്ന എൻക്വയറീസിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്ന എൻക്വയറിയാണ് ഈ GP റേറ്റിങ്ങിനെ പറ്റിയിട്ടുള്ളത്. ഈ GP റേറ്റിംഗ് വെച്ചാൽ എന്താണ് ഷിപ്പിൽ ജോലി, GP റേറ്റിംഗ് എന്തൊക്കെ പോസ്റ്റുകളുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, എവിടെ നിന്നും അറിയത്തില്ല. ഒരുപാട് എൻക്വയറീസ് ആണ് അതിനെപ്പറ്റി വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിനെപ്പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ എടുത്ത് കാണിക്കാം. ഇവിടെ GP റേറ്റിംഗ് പഠിച്ചിട്ട് ആൾക്കാർ ഏതൊക്കെ പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരുടെ ജോലി. കാരണം കൂടുതൽ +2 ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ആമ്പിളരും പെമ്പിള്ളാരും ഉൾപ്പെടെ കേട്ടോ, ഗേൾസ് ഉൾപ്പെടെ വരുന്ന ഒരു എൻക്വയറിയാണത്. ശരിക്കും അവർക്ക് അറിയണം ഇതിനെപ്പറ്റിയിട്ട് എന്താ ഷിപ്പിൽ നടക്കുന്നത്, അതിൻ്റെ ജോലി എന്താണ്, പോസ്റ്റ് എങ്ങനെയാണ്, സാലറി എങ്ങനെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം ലൈവായിട്ട് കാണിച്ചു തരാം. ഇപ്പം ഉച്ച കഴിഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ ഇപ്പം ലഞ്ച് ബ്രേക്ക് ചെയ്യേണ്ടി ഇപ്പം വർക്കിന് ഇറങ്ങിയ സമയമാണ്, ക്രൂ ഒക്കെ. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ അടുത്ത് നിന്നിട്ട് അവരെന്തൊക്കെ ജോലികളാണ് കാണിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. GP റേറ്റിങ്ങിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10th സർട്ടിഫിക്കേഷൻ മതി. 10th പാസ്സായാൽ മതി GP റേറ്റിംഗ് പഠിക്കാൻ വേണ്ടി. +1 +2 പഠിക്കണമെന്നോ വേറെ ഗ്രാജുവേഷൻ വേണമെന്നൊന്നുമില്ല. 10th പാസ്സായിട്ടുള്ളവർക്ക് ഒരു 6 month കോഴ്സാണ് ഷിപ്പിൽ കയറിയിട്ട് GP റേറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. GP റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GP റേറ്റിംഗ് പഠിച്ച് കഴിഞ്ഞിട്ട് ഷിപ്പിൽ ക്രൂ ആയിട്ട് ജോലിക്ക് കയറാം. അതായത് ഷിപ്പിന്റെ മെയിൻ്റനൻസ് വേണ്ടിയിട്ട് ഡെക്ക് ഡിപ്പാർട്ട്മെന്റിലും എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ. ഇപ്പം ഷിപ്പിൽ ഒരുപാട് മെയിൻ്റനൻസുകളുണ്ട്. ഈ ഷിപ്പ് ഫുള്ള് നമ്മൾ ഇരുമ്പ് കൊണ്ടുണ്ടായിരിക്കുക, മെറ്റൽ പാർട്സ് ആണ്. അപ്പം ഷിപ്പ് ഡീറസ്റ്റ് ചെയ്യണം, തുരുമ്പ് പിടിക്കും ഷിപ്പ്. അപ്പോൾ ഡീറസ്റ്റ് ചെയ്യണം, അത് ഒരുപാട് പ്രോസസ്സ് ഉണ്ട് അതിന്. ഷിപ്പ് പെയിന്റ് ചെയ്യണം. പിന്നെ ഷിപ്പിന് ഒരുപാട് മെയിൻ്റനൻസ് കാര്യങ്ങളുണ്ട്, പമ്പ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, മോട്ടോർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഷിപ്പിന്റെ ഇതുപോലത്തെ കുറേ അധികം മെയിൻ്റനൻസുകളുണ്ട്. പിന്നെ മൂറിംഗ് സ്റ്റേഷൻസ് ഉണ്ട് ഷിപ്പ് പോർട്ടിലേക്ക് എടുക്കുമ്പോഴത്തേക്കുള്ളത്. അങ്ങനെ ഷിപ്പിന്റെ ക്ലീനിങ്, എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും മെഷീനറീസിനെ ബേസ് ചെയ്തിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ അസിസ്റ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ GP റേറ്റിംഗ് പഠിച്ച് ഏബിൾ ബോഡീഡ് സീമാൻ എന്ന് പറയുന്ന പോസ്റ്റിൽ എത്തുന്നവരൊക്കെ തന്നെയാണ് ഷിപ്പിൽ നാവിഗേഷൻ. അതായത് ഞാനൊക്കെ നാവിഗേഷൻ ഡ്യൂട്ടി ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിയറിങ്ങിന്, ലുക്ക് ഔട്ടിന്, റിപ്പോർട്ടിങ്ങിനൊക്കെ ആയിട്ട് ഞങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജിലുള്ളത് ഈ GP റേറ്റിംഗ് പഠിച്ചിട്ട് ഇച്ചിരി 1-2 പ്രൊമോഷൻ കിട്ടിക്കഴിയുന്ന ആൾക്കാരാണ് ഈ AB എന്ന് പറയും, ഏബിൾ ബോഡീഡ് സീമാൻ. അപ്പം അവരാണ് ഞങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് ഡെക്കിലും ഡ്യൂട്ടി ഉണ്ട്. ഇപ്പം ആങ്കർ വാച്ചിൽ ഷിപ്പ് പോർട്ടിൽ എത്തി കഴിയുമ്പോഴത്തേക്കും പോർട്ട് വാച്ച്, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കാർഗോ ഡ്യൂട്ടി ഓഫീസറിനെ കാർഗോ ലോഡിംഗ് ഡിസ്ചാർജിങ്ങിലൊക്കെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ ഡ്യൂട്ടീസ് അവർക്കുണ്ട്. അപ്പം ഇത് 1-2 അല്ല, ഒരുപാട് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എല്ലാം കാണിച്ചു തരാൻ പറ്റത്തില്ല. ജസ്റ്റ് ഇപ്പം ഷിപ്പ് സെയിലിങ്ങിലാണെങ്കിൽ ഓൺ ഡെക്കിൽ ഇപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ജോലികൾ ഉള്ളതെന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഈ നിൽക്കുന്ന പുള്ളിയെ കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഡെക്കിലെ ഫിറ്റർ. ഡെക്കിലെ ഫിറ്റർ എന്ന് പറയും പുള്ളിയുടെ പോസ്റ്റ്, ഡെക്ക് ഫിറ്റർ ആണ്. പുള്ളിയുടെ ജോലി എന്താ പറഞ്ഞാൽ ഇതുപോലെയുള്ള ഇരുമ്പ് പീസുകൾ, മെറ്റൽ പാർട്സുകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ വെൽഡ് ചെയ്ത് ശരിയാക്കുക. അതായത് പുള്ളി ഈ ഷിപ്പിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. എവിടെയൊക്കെ ഡെക്കിൽ മെറ്റൽസിന് പ്രശ്നങ്ങളുണ്ടോ, ഒടിഞ്ഞു പോയിട്ടുണ്ടോ, കട്ട് ചെയ്യണോ, ഇതെല്ലാം പുള്ളി നടന്നിട്ട് വൃത്തിയാക്കി ശരിയാക്കിയിട്ട് വേണം കൊടുക്കാൻ. ഡെയിലി ബേസിസിൽ ഒരുപാട് ജോബുകളുണ്ട്. നല്ല കഷ്ടപ്പാടുള്ള ജോലി കേട്ടോ ഇതൊക്കെ. കാരണം നമ്മുടെ നാട്ടിൽ വർക്ക്ഷോപ്പൊക്കെ നടത്തി വെൽഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാം ഇതിൻ്റെ കഷ്ടപ്പാട്. ഈ 7-8 ഇവർക്ക് 9 മാസം 10 മാസത്തെ കോൺട്രാക്റ്റ് ആണ് ഇവരുടെ ജോബ്. അത് കണ്ടിന്യൂസ് അത്ര നാൾ ഷിപ്പിൽ വേണം. ഇത്ര നാൾ നാട്ടിലൊന്നും പോവാതെ, നാടൊന്നും കാണാതെ ഈ ജോലികളൊക്കെ നല്ല വെടിപ്പായിട്ട് ഇവിടെ നിന്ന് ചെയ്ത് കുറച്ചധികം കഷ്ടപ്പാടുള്ള പണിയാണിത്. അപ്പോഴത്തേക്കും പുള്ളി ഇതെല്ലാം വൃത്തിയായിട്ട് സേഫ്റ്റി എല്ലാം നോക്കിയിട്ട് എല്ലാ അളവുകളൊക്കെ എടുത്തിട്ട് ചെയ്യണം. ഇതാണ് ഡെക്ക് ഫിറ്ററിന്റെ ജോബ്. ഇതുപോലെ തന്നെ ഒരു എഞ്ചിൻ ഫിറ്ററും ഉണ്ട്. അത് എഞ്ചിൻ റൂമിന്റെ അകത്ത് ഇതുപോലെ തന്നെ സെയിം ജോബുകൾ ചെയ്യുന്ന ആളാണ് അത്. ഇത് നമ്മുടെ OS. आग्नल भाई कैसे हो? किधर था? अंदर अपना DB5 में. DB5 में क्या चल रहा है नीचे? अंदर पानी था बहुत. पानी था. निकल के आ रहा. ഇത് നമ്മുടെ OS ആണ്. അതായത് GP റേറ്റിംഗ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഷിപ്പിലോട്ട് കയറുന്നത് ട്രെയിനി OS ആയിട്ട്. അതായത് ആദ്യം കയറുന്ന പോസ്റ്റാണ് ട്രെയിനി OS എന്ന് പറയുന്നത്. ആ ട്രെയിനി OSൽ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ്, 1-2 ഷിപ്പൊക്കെ ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് കിട്ടി കഴിയുമ്പോഴത്തേക്കുമാണ് ആള് OS ആയിട്ട്. OS എന്ന് പറഞ്ഞാൽ ഓർഡിനറി സീമാൻ കേട്ടോ. പുള്ളിക്ക് ബ്രിഡ്ജിൽ നാവിഗേഷൻ, വാച്ച്, ലുക്കൗട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഡെക്കിലെ വർക്കുകളും പണികളെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ GP റേറ്റിംഗ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കയറുന്ന പോസ്റ്റാണ് പുള്ളിയുടേത്. പുള്ളി ഇവിടുത്തെ ചിപ്പിങ്, പെയിന്റിങ് ഇതുണ്ടോ. ഇപ്പം ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് വലിയ വലിയ ടാങ്കുകളുണ്ട്. അപ്പോൾ ആ ടാങ്ക്സിൻ്റെ അകത്ത് വെള്ളം പമ്പ് ഔട്ടായി പോകാത്തത് കൊണ്ട് വിൽഡൻ പമ്പ്സ് ഒക്കെ ആയിട്ട് താഴെ കൊണ്ടുപോയി ഇതുപോലെ പമ്പുകൾ ഒരു 5-6 നില താഴെ വരെ ലൈനെല്ലാം വലിച്ചുകൊണ്ട് പോകണം. ഇതെല്ലാം താഴെ കൊണ്ടുപോയി പമ്പ് ചെയ്ത് വെള്ളം ക്ലിയർ ചെയ്യുന്ന പരിപാടിയായി നടക്കുന്നത്. ഇവിടെ കേഡറ്റ് ഉൾപ്പെടെ ഇതാണ് പരിപാടി. കാരണം കേഡറ്റിന് റെസ്റ്റും കാര്യങ്ങളൊന്നും കാണത്തില്ല. രാവിലെ 4 മണി തൊട്ട് 8 മണി വരെ ബ്രിഡ്ജ് വാച്ച് ഉണ്ട്. ബ്രിഡ്ജ് വാച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഡെക്കിൽ വരണം. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഡെക്കിൽ വർക്കുണ്ട്. കാരണം ഈ കാര്യങ്ങൾക്കെല്ലാം ഡെക്കിലെ എല്ലാ പരിപാടികളും കേഡറ്റ് ഉൾപ്പെടെ പഠിക്കണം. കേഡറ്റ് പക്ഷേ ഒന്നെങ്കിൽ DNS അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് പഠിച്ചിട്ട് വന്നിരിക്കുന്ന ആളായിരിക്കും. അപ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ
ഡെക്കിലുള്ള എല്ലാവരുടെയും കൂടെ നടന്നിട്ട് കേടച്ച് ഉൾപ്പെടെ വർക്കുകൾ പഠിക്കണം. എല്ലാ വർക്കുകളും എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എന്നാലും ഓഫീസറായി കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് ജസ്റ്റ് 1-2 വർക്കുകൾ. ഇതുപോലെ കുറേ വർക്കുകളുണ്ട്. ടാങ്കിൻ്റെ അകത്തുനിന്ന് വെള്ളം പമ്പായി പോകാത്തതുകൊണ്ട് പുറത്തുനിന്ന് പമ്പ് വെച്ച് യൂസ് ചെയ്ത് ഇവർ എല്ലാം പമ്പ് ചെയ്ത് കളയുന്ന പരിപാടികളായി കാണിക്കുന്നത്. ഈ ഹോസുകളും ഇതിൻ്റെ മോട്ടറുകളും പമ്പും എല്ലാം ഇവർ മാനുവലി തൂക്കിയെടുത്ത് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകണം, ഈ ടാങ്കിൻ്റെ അകത്ത്. എന്നിട്ട് ഈ ടാങ്കിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് അവരാ സാധനം ഇത് ടാങ്ക് ഈ ഷിപ്പിൻ്റെ ഡെക്കിലാണ്, മെയിൻ ഡെക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ മെയിൻ ഡെക്കിൽ നിന്ന് ഏറ്റവും താഴത്തെ ബ്രിഡ്ജ് വരെയുള്ള ടാങ്കിലേക്ക് ഏകദേശം ഒരു 5 നിലയോളം താഴ്ചയുണ്ട്. ഈ 5 നില വെർട്ടിക്കൽ ലാഡേഴ്സിൽ ഇവർ ഈ സാധനം റോപ്പിൽ ഹാങ് ചെയ്തിട്ട് തൂക്കി വേണം ഏറ്റവും താഴെ വരെ കൊണ്ടുപോകാനായിട്ട്. എന്നിട്ട് അത് കഴിയുമ്പോൾ പരിപാടി കഴിയുമ്പോൾ പാക്ക് ചെയ്ത് നേരെ ടോപ്പ് വരെ കൊണ്ടുപോകാൻ വേണം. പമ്പിന് ചെറിയ ചെറിയ കംപ്ലയിൻസ് കാണും, കാരണം പഴയ ഷിപ്പുകളാകുമ്പോഴത്തേക്കും പമ്പിന് കംപ്ലയിൻസ് വരും. അപ്പം ഇതുപോലെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ എപ്പോഴും വർക്കുകൾ വന്നുകൊണ്ടിരിക്കും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ഷിപ്പിങ്ങും പെയിന്റിങ്ങും കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ വരുന്ന വർക്കുകളൊക്കെ ഇവരിങ്ങനെ നടന്നിട്ട് നോക്കും. ചീഫ് ഓഫീസർ അറിയിക്കും ഇവർ ഇന്ന വർക്കുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, ഇത് ഇന്ന് ശരിയാക്കണം, ഇത് ഒടിഞ്ഞു പോയി അത് വെൽഡ് ചെയ്ത് ശരിയാക്കണം, അവിടെ പെയിന്റിങ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ പമ്പ് വർക്ക് ചെയ്യുന്നില്ല, മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളഞ്ഞു പോയി. ഇതുപോലെ കുറേ വർക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. ബാക്ക് ടു ഷിപ്പിൽ ഒരിക്കലും വർക്ക് ചെയ്തിരുന്നില്ല. ഈ വർക്കുകളൊക്കെ ഓർഡർ കിട്ടുന്നതനുസരിച്ച് ഡെയിലി ബേസിസിൽ ജീപ്പ് റേറ്റിംഗ് പഠിച്ചിട്ട് ഷിപ്പിൽ വരുന്നവരാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് മെയിൻ ഡെക്കിൽ നടക്കുന്ന പ്രധാന വർക്കുകൾ. ഇനി അപ്പുറത്ത് ഗേബിമാർ മാറി ഇരുന്നിട്ട് എന്തോ ചിപ്പിങ്ങും പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കാണിച്ചത് ഞാനിപ്പം ഷിപ്പിൽ കണ്ടെയ്നേഴ്സ് വെച്ചിരിക്കുന്നതിന്റെ നടുക്ക് ക്രോസിൽ നമുക്ക് കണ്ടെയ്നേഴ്സ് നടുക്കൂടെ നടന്നു പോകാനുള്ള സ്പേസ് ഇതുണ്ട്. പഴയ ഷിപ്പ് ആയതുകൊണ്ട് ഇത് ഫുള്ള് ഇതുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഫുള്ള് തുരുമ്പായിരിക്കും എല്ലാ ഭാഗം. പഴയ ഷിപ്പിനും പുതിയ ഷിപ്പിനും ഒക്കെ ഇത് തന്നെയായിരിക്കും പരിപാടി. ഒന്ന് പെയിന്റ് അടിച്ച് DRC പെയിന്റ് അടിച്ചിട്ട് 1 മാസത്തിനുള്ളിൽ ഈ സാധനം തന്നെ വീണ്ടും ഈ അവസ്ഥയാവും. സോളിഡ് മെറ്റൽസ് ആട്ടോ. ഇത് ഫുള്ള് ഇങ്ങനെ തുരുമ്പായിരിക്കും. ഈ സാധനം ഡെസ്കും വേണ്ട ഈ മെയിൻ ഡെക്സും ടാങ്ക് ഡോംസും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇതായിരിക്കും. അപ്പം വേണ്ട എൻ്റെ ഡ്യൂട്ടി AB കേട്ടോ നിൽക്കുന്നത് രമേഷ് ഭായി. രാത്രിയിൽ എൻ്റെ നാവിഗേഷൻ വാച്ചിൽ എൻ്റെ കൂടെയാണ് ബ്രിഡ്ജിൽ രാത്രി 8 മണി തൊട്ട് 12 മണി വരെ. അതെയും പുള്ളി ഇതിൻ്റെ ഡീറസ്റ്റിങ്ങിൻ്റെ പരിപാടികളാണ്. വലിയ ഹാമർ ഉപയോഗിച്ച് ഡീറസ്റ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ആ സാധനമാണ് ചിപ്പിംഗ് ഹാമർ വെച്ചിട്ട് അവർ റസ്റ്റ് എല്ലാം ഡീറസ്റ്റ് ചെയ്തിട്ട് വൃത്തിയാക്കുന്ന പരിപാടിയാണ്. അതെല്ലാം ചെയ്യും. അത് ബഫിംഗ് മെഷീൻ വെച്ചിട്ട് ബഫ് ചെയ്ത് അത് സ്മൂത്ത് ആകുക സർഫസ്. അത് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് കോട്ട് പ്രൈമർ ചെയ്യും, അതുകൊണ്ട് സെക്കൻഡ് കോട്ട് പ്രൈമർ ചെയ്യും, പിന്നെ തേർഡ് കോട്ട് പ്രൈമർ ചെയ്യും, അതിൻ്റെ പൊക്കത്ത് ഫൈനൽ കോട്ട് പെയിന്റ് ചെയ്യും. ഇതാണ് ഷിപ്പിൽ ഡെയിലി ബേസിസിൽ സ്ഥിരം കാണുന്ന കാഴ്ചകളാണിത്. ഇതിങ്ങനെ ചിപ്പിങ്, പെയിന്റിങ്, ക്ലീനിങ്, ചിപ്പിങ്, പെയിന്റിങ്, ക്ലീനിങ്. എല്ലാവർക്കും പേഴ്സണൽ മെസ്സേജ് ആയിട്ട് വരുന്നതിന് ഞാൻ കൊടുക്കുന്ന മറുപടിയാണിത്. പക്ഷെ ആർക്കും മനസ്സിലാവുന്നില്ല ഇതെന്താ ശരിക്കും ഈ നടക്കുന്ന കാര്യം. ജീപ്പ് റേറ്റിംഗ് പഠിച്ചിട്ട് ഇവിടെ എന്താ ശരിക്കും ജോലി ആർക്കും പിടികിട്ടാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു കോമൺ ആയിട്ടൊരു വീഡിയോ ഇടാന്ന്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണും. അപ്പോൾ ഇതൊക്കെയാണ് ഷിപ്പിലെ ജീപ്പ് റേറ്റിംഗ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും വന്നിട്ട് ട്രെയിനി OS, AB, ബോസനെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലേ. ബോസനെ ഞാൻ പരിചയപ്പെടുത്താം. ബോസൺ എന്ന് പറയുന്നതാണ് ഈ ABയുടെയും ഡെക്ക് ക്രൂവിൻ്റെ എല്ലാവരുടെയും ഇൻചാർജ്. അവരുടെ എല്ലാവരുടെ ഇൻചാർജ് ഹെഡാണ് പുള്ളിക്കാരൻ. അതായത് എക്സ്പീരിയൻസ്ഡ് ആയ ABമാർ പിന്നീട് കിട്ടുന്ന ഒരു പോസ്റ്റാണ് ബോസൺ എന്ന് പറയുന്നത്. ഇവർ ഒരു സൂപ്പർവൈസർ പോലെ ഡെക്കിലെ എല്ലാ മെഷീനറീസിൻ്റെതും സ്റ്റോറുകളുടേതും ഒക്കെ ഇൻചാർജ് പുള്ളിക്കാരൻ. അതെല്ലാം ചെക്ക് ചെയ്യണം, ഇൻവെന്ററീസും കാര്യങ്ങളെല്ലാം വെച്ച് എല്ലാം മോണിറ്റർ ചെയ്യുന്ന പുള്ളിക്കാരനാണ്. ഈ ക്രൂവിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജീപ്പ് റേറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഷിപ്പിലുള്ള ജോലികൾ. എനിക്ക് വരുന്ന എൻക്വയറീസിൽ +2 പഠിച്ചതും പാസ്സായി കഴിഞ്ഞിട്ടുള്ള ബോയ്സും ഉണ്ട്, ഗേൾസും ഉണ്ട്. ഗേൾസിന്റെ കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാവുന്നതാണോ അതോ അറിയാൻ മേലാതെ ചോദിക്കുന്നതാണോ, എങ്ങനെയും ജീപ്പ് റേറ്റിംഗിന് പോകണം, ഭയങ്കര പാഷനാണ്, ജീപ്പ് റേറ്റിംഗ് പഠിച്ച് ഷിപ്പിൽ കയറണം, എങ്ങനെയും ഷിപ്പിൽ കയറിയാൽ മതി എന്നാണ്. അതായത് എന്നാൽ പിന്നെ കുറച്ചും കൂടെ ഒന്ന് എഫേർട്ട് ഇട്ട് കുറച്ചും കൂടെ നല്ലൊരു കോഴ്സ് പഠിച്ചിട്ട് ഷിപ്പിൽ കയറുന്നതിനെ പറ്റി ആരും ചിന്തിക്കാത്ത എന്താണെന്ന് എനിക്കറിയാം. കാരണം ജീപ്പ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ജോബാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അതുകൊണ്ട് എസ്പെഷ്യലി ഗേൾസിനോടാണ് ഞാൻ പറയുന്നത്. ഇത് ഞങ്ങളിപ്പം ഉള്ളത് ജമൈക്കയിലാണ്. ജമൈക്കയിൽ ഇപ്പോൾ 35 ഡിഗ്രി ടെമ്പറേച്ചർ ആണുള്ളത്, °C ആണുള്ളത്. 10 ദിവസം മുന്നേ ഞങ്ങൾ അർജന്റീനയിലായിരുന്നു. അവിടെ 8 °C ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പം നമ്മൾ ആഫ്രിക്കയിലേക്കോ ദുബായിലേക്കോ ഗൾഫ് ഏരിയസിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ചിലപ്പോൾ 45-50 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരിക്കും ഡെക്കിൽ. അതായത് പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അത്രയായിരിക്കും. എവിടെയാണെങ്കിൽ ഈ ജോലികൾ
നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് പുറത്ത് ഡെക്കിൽ, ഇത് ഓപ്പൺ ഡെക്കാണ്, ഇവിടെ ഫാനും ഇല്ല, കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം പുറത്തുള്ള ടെമ്പറേച്ചർ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ ടെമ്പറേച്ചറിൽ വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ഇത് അത്ര സുഖമുള്ള ജോബല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഷിപ്പിലേക്കുള്ള ഏത് ജോലിക്ക് വന്നു കഴിഞ്ഞാലും ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഏത് ജോലിക്ക് വന്നു കഴിഞ്ഞാലും ആ ജോലിയുടെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട് വരിക. അതായത് അബദ്ധ ധാരണകൾ കാരണം ഒരുപാട് പൈസകൾ മുടക്കി ഏജന്റിന് പൈസ കൊടുത്ത് പിന്നെ കുറേ നാൾ പഠിച്ച് അതിൻ്റെ കുറേ സമയം കളഞ്ഞ് നിങ്ങൾ ഷിപ്പിൽ എങ്ങനെയും കയറിയാൽ മതി, സുഖജീവിതമാണെന്ന് വിചാരിച്ച് ഷിപ്പിലോട്ടേക്ക് വരാൻ നിൽക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്, അറിയാവുന്നവരോടല്ല. അതുകൊണ്ട് വിമർശനങ്ങൾ ആൾക്കാർ പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ അതിന് മറുപടി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത് അവർക്ക് മനസ്സിലാവുന്ന രീതിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത് അറിയാൻ പാടില്ലാണ്ട് ഇതിലേക്ക് വന്ന് വീണിട്ട് സമയം കളഞ്ഞ് പൈസയും കളഞ്ഞിട്ട് പിന്നീട് ഇത് വേണ്ടാന്ന് പറഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കുറച്ച് ഭാഗം ഇതിലോട്ട് നഷ്ടപ്പെടത്തില്ലേ? അതങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറ്. ഈ ഷിപ്പിലെ കാര്യങ്ങൾ നാട്ടിൽ ചെയ്യുന്ന പോലത്തെ തന്നെ ജോലിയുടെ കഷ്ടപ്പാടുണ്ട്. പക്ഷേ ഷിപ്പിലെ ലൈഫ് ഒറ്റപ്പെടലാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നാട്ടിൽ അനുഭവിക്കുന്ന പോലത്തെ സുഖ സൗകര്യങ്ങളൊന്നും ഇവിടെ കിട്ടത്തില്ല. കാരണം ഇത് മെർച്ചന്റ് ഷിപ്സ് ആണ്, കാർഗോ ഷിപ്സ് ആണ്. ക്രൂസ് ഷിപ്പ് പോലെയുള്ള ഫെസിലിറ്റീസ്, ലക്ഷറി ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ കാണത്തില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി മനസ്സിലുണ്ടാവുക. എന്നിട്ട് അത്ര പാഷൻ ആണെങ്കിൽ മാത്രം ഇതിലേക്ക് കടന്നു വരിക. ഞാനൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത്. പക്ഷെ നിർത്തി പോകുന്നവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അങ്ങനെ കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറച്ചൊക്കെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് മാത്രം ഷിപ്പിലേക്ക് വരിക. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ, പെൺകുട്ടികളാണെങ്കിലും ഒക്കെ ഈ ജോലികൾ ചെയ്യുകയൊക്കെ ചെയ്യും. അറിയാതെ വന്നിട്ട് നമ്മൾ സമയം കളയണ്ടല്ലോ. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ പറയുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ അറിയാം, ഞാൻ മാക്സിമം ഷെയർ ചെയ്ത് തരാനും ശ്രമിക്കാറുണ്ട് എല്ലാ വീഡിയോയിലും, ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അതാണ് അവിടെ കേഡറ്റ് വോയിസും കൂടെ അടുത്ത പമ്പും തള്ളിക്കൊണ്ട് വരുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ബോസൺ സ്റ്റോറിലേക്ക് ഒട്ടാൻ കൊണ്ടുപോകണോ? അങ്ങോട്ട് പോട്ടെ, കൊണ്ടുവെക്കട്ടെ. ഫുള്ള് പണിയാണ്. എൻ്റെ ഓയസ് ഭായ് നിൽക്കുന്നു. ഹായ് ഓയസ് ഭായ്. हाय कैसे? बस बढ़िया. कैसे आज का काम? बस चल रहा है. अभी 9 महीने का कॉन्ट्रैक्ट भी खत्म हो गया. अभी सिर्फ हमको घर जाने का. बस अभी घर जाने का? हाँ, इतना ही है. बस यू आर ऑलमोस्ट डन विद द कॉन्ट्रैक्ट. यस. थक गए क्या? हाँ, थक गया. इधर देखना भाई, पसीना पसीना हो बस गया. पूरा काम आज का है. आज का काम ऐसे ही है. ठीक है भाई, मिलता हूँ. ഓക്കെ ബ്രോ. ഇതാണ് നമ്മുടെ ബോസൺ. അപ്പോൾ ബോസൺ ഇവിടുത്തെ ഷോർട്ട് ബാർസ് എല്ലാം എടുത്ത് ക്ലിയർ ആണ്. നാളെ പോർട്ടിൽ ബെർത്തിങ് ആണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. ഈ ബോസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ക്രൂവിന്റെ എല്ലാം ടോട്ടൽ ഇൻചാർജ് ആണ്, എല്ലാവരും നോക്കുന്നത്. ഇതുപോലെ ഡെക്ക് സ്റ്റോർ, ഡെക്കിന്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നൊക്കെ ഈ ബോസിനാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഡെക്ക് സ്റ്റോറിന് ഇവിടെ വന്നപ്പോൾ ഡെക്ക് സ്റ്റോർ എന്താ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, സേഫ്റ്റി സ്റ്റോറിൽ. ആ രാകേഷ് ഭായ്, ഹലോ, കൈസേ? ഇത് നമ്മുടെ ഒരു AB ആണ്. ഇപ്പോൾ പുള്ളി ഇവിടെ മൊത്തം അറേഞ്ച് ചെയ്യണം. നാളെ പോർട്ടിൽ എത്തുന്നതിന് മുമ്പ് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം, വൃത്തിയാക്കണം. അപ്പോൾ ഇതുപോലത്തെ ജോലികളും ഇവർ ചെയ്യും. ഇനി ഇങ്ങനെ GP റേറ്റിംഗ് പഠിച്ചിട്ട് സെയിം ടീം ഇതുപോലെ തന്നെ എഞ്ചിൻ റൂമിലുണ്ട്. അതായത് മോട്ടർമാനായിട്ട്, പൈപ്പറായിട്ട്, പിന്നെ ഓയിലേഴ്സ് ആയിട്ട്, ഇങ്ങനെ കുറച്ച് പേര് എഞ്ചിൻ റൂമിലുണ്ട്. എഞ്ചിൻ ഫിറ്റർ ഉണ്ട്. അവിടുത്തെ എഞ്ചിൻ റൂമിൻ്റെ അകത്തെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ എഞ്ചിനീയേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല നോയ്സ് ആണ് അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് അവയർനെസ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു തരാമെന്ന് മാത്രമായിരുന്നു ഉദ്ദേശം, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.